ഇത് സംഭവിച്ചു പോയിട്ട് ഒരു 6 മണിയോടുകൂടി പന മറിച്ചിട്ട് കറണ്ട് പോയപ്പോൾ എന്നാന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് വന്ന് നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് വിദ്യാർത്ഥികൾ അവർ രണ്ടുപേരും കൂടി കിഴക്കുന്ന വരിക ചെയ്ത് കിഴക്കുന്ന കൃത്യം അവർ ദേഹത്തിൽ പന മറിഞ്ഞ് വീഴുക ചെയ്ത് ആന മറിച്ചിട്ട് ഇപ്പോൾ തന്നെ അങ്ങനെ സംഭവിച്ചു. ആന മറിക്കില്ല, ആന മറിക്കും. പന മറിച്ച് വന്നിട്ട് തിന്നാൻ വേണ്ടി അവർ മറിച്ചിരുന്നതാണ് സ്വാഭാവികമായിട്ട്. പക്ഷേ ഇന്നലെ നേരെ റോഡിലേക്ക് ചാടി. റോഡിലേക്ക് അങ്ങനെ ചാടാറില്ലായിരുന്നു. ഇന്നലെ കൃത്യം റോഡിലേക്ക് ചാടിയത് പന കൃത്യം അവരുടെ വിദ്യാർത്ഥിയുടെ ദേഹത്തേക്ക് വീഴുക ചെയ്ത്. അവർ നല്ല പരിക്കുണ്ടായിരുന്നു. അവർക്ക് സ്വാഭാവികമായിട്ട് അടിയിൽ പോയായിരുന്നു. അടി കിടക്കുമായിരുന്നു. അടി കിടന്ന് ഇപ്പോൾ ഞങ്ങളെല്ലാം കൂടി വലിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തേ. അപ്പോൾ ആനയുടെ സാന്നിധ്യം എന്നും ഉണ്ട് ഇവിടെ. ആനയുടെ സാന്നിധ്യം എപ്പോഴാണ് ആന വന്നെന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എപ്പോഴും ആന ഇങ്ങനെ വന്ന് പോവും നിൽക്കാറില്ല. വന്നിങ്ങനെ എപ്പോഴാണ് വന്നെന്ന് പറയാൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനയുടെ ശല്യം ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവാറില്ല. പക്ഷേ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാറുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പനയാണ്. വലിയ പനയായിരുന്നു. അതാണ് സംഭവിക്കാൻ കാരണം, മരണം സംഭവിക്കാൻ കാരണം. ആന കാട്ടിലായിരുന്നു. ആന റോഡിലേക്ക് ഇറങ്ങാറില്ല, കാട്ടിൽ നിൽക്കാറുള്ളൂ. കാട്ടിൽ നിൽക്കുകയാണ് ചെയ്ത്. അവരിത് തിന്നാൻ വേണ്ടിയാണ് മറിച്ചിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഇന്നലെ വിദ്യാർത്ഥിയുടെ വീടിനൊരവസ്ഥ ഉണ്ടായിരുന്നത്.